മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ബയോളജി ക്ലാസ്. ഇന്ന് നമുക്ക് ഫീവർ ആൻഡ് ഡിഫൻസ് മെക്കാനിസം, പനി ഒരു പ്രതിരോധ പ്രവർത്തനം എന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ നമ്മുടെ ശരീരത്തിന്റെ താപനില, ടെമ്പറേച്ചർ 37°C അല്ലെങ്കിൽ 98.6 98.6 ഫാരൻഹീറ്റ് ആണ്. അത് നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചിട്ട് അളക്കും. അളന്നിട്ട് 37 കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 98.6 കൂടുതലാണെങ്കിൽ, ഫാരൻഹീറ്റിലും കൂടുതലാണെങ്കിൽ നമുക്ക് പനിയുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കൂടുന്നത്? പനി ഒരു രോഗമാണോ അതോ രോഗലക്ഷണമാണോ? നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രോഗാണുക്കളെ പുറന്തള്ളാനുള്ള ഒരു മാർഗം നമ്മുടെ ശരീരം സ്വീകരിക്കുകയും വെളുത്ത രക്താണുക്കൾ രോഗാണുക്കളെ പുറന്തള്ളാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ താപനില ഉയർത്തുകയും രോഗാണുക്കളെ പുറന്തള്ളുകയും ചെയ്യും. ഇതാണ് പനി. അപ്പൊ പനിയൊരു രോഗമല്ല, മറിച്ച് രോഗലക്ഷണമാണ്. A fever is not a disease, but it is only a symptom. The temperature increased due to the effect of invasion of these pathogens. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് വിശകലനം ചെയ്തിട്ട് നിഗമനങ്ങൾ നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാം. അതൊന്ന് നോക്കാം. രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളുടെ സാന്നിധ്യം ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ശരീര താപനില ഉയരാൻ കാരണമാകുന്നു. ശരീര താപനില ഉയരുന്നത് രോഗാണുക്കളുടെ പെരുകൽ നിരക്ക് കുറയ്ക്കുന്നു, ഫാഗോസൈറ്റോസിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നു. ഈ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലെ പനി വരുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിലെ താപനില ഉയരുന്നത്. ഈ രീതിയിലാണ്. In English, pathogens enter the body. Next one, the presence of toxin produced by the pathogens stimulate the white blood cells. And third one, the chemical substances produced by the white blood cells raises the body temperature. The last one, the rise in body temperature reduces the rate of multiplication of pathogens, increases the effect of phagocytosis. That will increases the effect of phagocytosis. The temperature increases, the phagocytosis range will increase, and we can reduce the amount of pathogens. Pathogens enter the body through air, water, body contact, etc., overcoming the natural defense mechanisms of the body. Pathogens enters blood and multiplies there. These pathogens stimulate the white blood cells of the blood. Stimulated white blood cells produce some chemical substances. These specific chemicals raises the body temperature. The patient shows the symptoms of fever. Rise in temperature reduces the rate of multiplication of pathogens. Phagocytes engulf the pathogens and destroys them. The level of chemicals gradually decreases and the body temperature becomes normal. This is how fever becomes a defense mechanism. The activities related to fever can be consolidated as follows. Pathogens enter the body. The presence of toxins produced by the pathogens stimulate the white blood cells. The chemical substances produced by the white blood cells raises the body temperature. The rise in body temperature reduces the rate of multiplication of pathogens. This increases the effect of phagocytosis.
നമ്മുടെ ശരീരത്തിലെ രോഗാണുബാധ ക്രമാതീതമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവും ടെമ്പറേച്ചറും ഇതേപോലെ തന്നെ ഉയരാൻ തുടങ്ങും. അപ്പോൾ ഒരു പരിധി വിട്ട് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഊഷ്മാവ് ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ആന്തരാവയവങ്ങളെ, പ്രത്യേകിച്ച് തലച്ചോറിനെയൊക്കെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റാതാവുമ്പോൾ ശരീരത്തിന് താപനില ഉയരുകയും നമ്മുടെ ആന്തരാവയവങ്ങൾ തകരാറിലാവുകയും ചെയ്യും. അതുണ്ടാവാതിരിക്കാൻ പനി നിയന്ത്രണാതീതമാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യ പരിശോധന നടത്തി മരുന്ന് കഴിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്ന പ്രതിരോധ സംവിധാനമാണ് നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം, അല്ലെങ്കിൽ പൊതുവായ പ്രതിരോധ സംവിധാനം. ഈ പൊതുവായ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കാൻ ഉള്ള കഴിവ് നമ്മുടെ വെളുത്ത രക്താണുവായിട്ടുള്ള ലിംഫോസൈറ്റുകൾക്കുണ്ട്. അപ്പോൾ അവ സ്പെസിഫിക് ആയിട്ട് പ്രത്യേക രീതിയിൽ പ്രത്യേക പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗാണുക്കളെ തെരഞ്ഞ് പിടിച്ച് നശിപ്പിക്കുന്നു. ആ സംവിധാനമുള്ള വെളുത്ത രക്താണുവാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ്സ്, the white blood cells are lymphocytes that can identify the specific type of pathogen and they can destroy that pathogens. അടുത്തതായിട്ട് ലിംഫോസൈറ്റ് ദ വാരിയർ. ലിംഫോസൈറ്റ് എന്ന പോരാളി നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന അന്യവസ്തുക്കളെ ആന്റിജനുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്ന അന്യവസ്തുക്കളെ ആന്റിജനുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ആന്റിജനുകളെ തിരിച്ചറിഞ്ഞ് ലിംഫോസൈറ്റുകൾ അവയെ നശിപ്പിക്കുന്നു. ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് ലിംഫോസൈറ്റുകൾ അവയെ നശിപ്പിക്കുന്ന രീതിയാണ് പ്രത്യേക പ്രതിരോധ സംവിധാനം, അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം. The antigens are identified and they are located and they are destroyed by the lymphocyte. That type of destruction or that type of process is known as specific defense mechanism that done by the lymphocytes. Lymphocytes are two types. ലിംഫോസൈറ്റുകൾ രണ്ട് തരമാണുള്ളത്. ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ബോൺ മാരോയിൽ നിന്നാണ്, അസ്ഥിമജ്ജയിൽ നിന്നാണ് ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ടി ലിംഫോസൈറ്റുകൾ തൈമസ് ഗ്രന്ഥിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തൈമസ് ഗ്രന്ഥി നമ്മുടെ മാറലിന് പിറകിലായിട്ട്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിഹൈൻഡ് ദ സ്റ്റെർണം. അപ്പോൾ മാറലിന് പിറകിലായിട്ടാണ് ഈ തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. ആ തൈമസ് ഗ്രന്ഥിയിൽ നിന്നാണ് നമ്മുടെ ടി ലിംഫോസൈറ്റുകൾ, വെളുത്ത രക്താണുക്കളിലെ ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ബി ലിംഫോസൈറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആന്റിബോഡികൾ. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ആന്റിജനുകൾ, ഏത് അന്യവസ്തുക്കളെയും ആന്റിജനുകൾ എന്നാണ് വിളിക്കുക. ഇപ്പൊ പൊടി മൂക്കിൽ പോയി നമ്മൾ തുമ്മും, അപ്പൊ പൊടി ഒരു അന്യവസ്തുവാണ്, അതൊരു ആന്റിജനാണ്. അതേപോലെ ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം പ്രോട്ടീനുകളെയാണ് ആന്റിബോഡികൾ എന്ന് വിളിക്കുന്നത്. 3 രീതിയിലാണ് ഈ ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. 3 രീതിയിലാണ് ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഒന്ന്, ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ബാക്ടീരിയയുടെ കോശസ്തരം, അതിന്റെ ചുറ്റുമുള്ള സ്ഥലത്തെ ശിഥിലീകരിച്ച് ബാക്ടീരിയയെ നശിപ്പിക്കുന്നു. രണ്ടാമത്തെ, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളെ നിർവീര്യമാക്കി കളയുന്നു. മൂന്നാമത്തെ, മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. നമ്മുടെ ലിംഫോസൈറ്റുകൾ പുറമെ മറ്റ് ശ്വേതരക്താണുക്കളുണ്ട്, അവയെ കൂടി ഉത്തേജിപ്പിച്ചിട്ട് നമ്മുടെ രോഗാണുക്കളെ, നമ്മുടെ ശരീരത്തിലേക്ക് കടന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഈ രീതിയിലാണ് ലിംഫോസൈറ്റുകൾ, ബി ലിംഫോസൈറ്റുകൾ പ്രവർത്തിക്കുന്നത്.
അടുത്തത് ബി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനം ഇംഗ്ലീഷിൽ നമുക്ക് നോക്കാം. The B lymphocyte produce certain protein that act against antigens. These are called antibodies. That is very important one. Antibodies. Antibodies are the protein produced by the lymphocytes. Antibodies destroy the pathogen in 3 different ways. Antibodies destroy the pathogen in 3 different ways. One is destroy the bacteria by disintegrating their cell membrane. First of all, they destroy the cell membrane. Second one, they neutralize the toxin of the antigen. And the third one, destroy the pathogen by stimulating other white blood cells. They are stimulating other white blood cells. That is the function of these lymphocyte, B lymphocytes. Okay. Next one, T lymphocytes. T lymphocytes stimulate other defense cells of the body. And second one, T lymphocyte destroys cells affected by virus. Destroy the cells affected by virus. And the third one, destroy cancer cells also. These lymphocytes can destroy the cancerous cells also. So T lymphocytes are very important. T lymphocytes മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഈ 3 പ്രവർത്തനമാണ് ടി ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ച് പഠിക്കണം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്തത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അത് പൂർത്തിയാക്കാം.